ലക്ഷക്കണക്കിന് പണം വേണമെങ്കിൽ ആദ്യം തീപ്പെട്ടിയുടെ മുമ്പിലുള്ള ഭാഗം വെട്ടിയെടുക്കുക. ശേഷം അതുകൊണ്ട് ഒരു വട്ടത്തിലുള്ള ഡിസ്ക് ഉണ്ടാക്കി അതേപോലെയുള്ള 32 ലെയറുകൾ അടുക്കി വെക്കുക. അതിനുശേഷം ഒരു ചുവന്ന പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് മുകളിലും താഴെയും സീൽ ചെയ്യുക. ശേഷം ഇടുക. എന്നിട്ട് ലോക്കറിന് ചുറ്റും വെക്കുക. ഒരു ലൈറ്റ് അത് പൊട്ടി തുറന്നു വരും. തുടർന്ന് അതിലെ സുനാപ്ലി പുറത്തെടുത്ത് കക്കൂസ് വൃത്തിയാക്കി മുക്കിയങ്ങ് തൂറുക. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പണം വേണമെങ്കിൽ ആദ്യം തിരുവനന്തപുരത്തുള്ള ശവം എന്നുള്ള വാക്ക് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇത് ഇപ്പം മിക്കവാറും ഒരുപാട് പേര് കമന്റ് പറയും ആ ആശുപത്രി കൊല്ലാനായിട്ടുള്ള ആശുപത്രിയാണ്. അതെ, കൊല്ലാനായിട്ടുള്ള ആശുപത്രിയാണ്. ഡോറയുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ റോബിലിന്റെ കുഞ്ഞുങ്ങളാണ് മിൽക്ക് ഇൻഫെക്ഷൻ ആയി കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ വെക്കാൻ. ഞങ്ങളൊന്ന് ഇൻക്യുബേറ്ററിൽ വെച്ചോട്ടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. ഓരോ കുഞ്ഞിനും 50 രൂപ വീതം OP എമൗണ്ട് എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് 200 രൂപ 4 കുഞ്ഞുങ്ങൾക്കായിട്ട് വാങ്ങിച്ചു. കോട്ടെ സാരമില്ല, ഞങ്ങൾ വിചാരിച്ചു 50 രൂപ വീതം തന്നല്ലെന്ന് കളഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. അതായത് അല്പപ്രാണിയായി മരണത്തോട് മല്ലിടുന്ന കുഞ്ഞുങ്ങൾ അരമണിക്കൂർ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ശരി, ഇൻക്യുബേറ്ററിൽ വെക്കാനായിട്ട് 500 രൂപ അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോയപ്പോൾ 500 രൂപ ഓക്സിജൻ ചാർജ്. എന്തിനാണ് ഓക്സിജൻ ചാർജ്? കണ്ടോ, കുഞ്ഞിടത്ത് അരമണിക്കൂർ ഈ ചാകാനായിട്ട് കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിനകത്ത് വച്ചതിന് 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടി ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു തോന്നുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൊടപ്പനക്കുന്നിന് 500 രൂപ ഓക്സിജൻ ചാർജ്. എന്നിട്ട് വേണ്ട ഡെത്തായി കുഞ്ഞുങ്ങൾ. മാക്സിമം ഷെയർ ചെയ്യണം. ഈ ഇലക്ഷൻ സമയത്ത് ലോകം മുഴുവൻ അറിയണം എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി. ഇത് എത്രാമത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ കാണുമായിരുന്നു. ഈ പരിസരത്തുള്ളവർ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ളവർ പറയും ഇവിടെ മനുഷ്യരെ എത്തോണ്ടിരിക്കുക അപ്പോഴാ പട്ടി എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഇത് നല്ല റേറ്റ് വരുന്നതാണ് ഈ റോഡിൽ. ഇപ്പോൾ പൈസയുടെ ആയില്ല, ഇതൊരു ജീവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് 2 നല്ല ആൾക്കാരേ ഉള്ളൂ, ഒന്ന് ഞാനും ഒന്ന് നീയും. എന്ത് സംശയം എന്താ? അതങ്ങനെയാണ്. ഈ ലോകത്ത് 2 നല്ല ആൾക്കാരേ ഉള്ളൂ, ഒന്ന് ഞാനും ഒന്ന് നീയും. എന്ത് സംശയം എന്താ? അതങ്ങനെയാണ്. ഈ ലോകത്ത് 2 നല്ല ആൾക്കാരേ ഉള്ളൂ, ഒന്ന് ഞാനും ഒന്ന് നീയും. എന്ത് സംശയം? അനീസ് മോനെ ഒന്നുകൂടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? സിംഗപ്പൂർ ചികിത്സക്ക് പോകാൻ വേണ്ടി ഒരു 20 ലക്ഷം കൂടി ആവശ്യമുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷം 100 രൂപയ്ക്കാണ് ഞാൻ ഈ മന്തി കൊടുക്കുന്നത്. ആൾക്കാരുടെ മനസ്സ് നിറച്ച് കഴിക്കാതെ കുത്തിക്കോരിയാണ് കൊടുക്കുന്നത്. വെറും 100 രൂപയ്ക്ക്. വേറെ ഇവിടെ ആകാശത്ത് നിന്ന് മഴ എങ്ങനെ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് കാണാം. ഗ്യാസ് ഇല്ലാണ്ട് ഇതുപോലത്തെ ഒരു ഐറ്റം അടിപൊളിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉദ്ദേശിച്ചത് വയറിന് നല്ലൊരു കംഫർട്ട് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ചെറിയ ജീരകവും കുരുമുളകൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഈ റീല് നിനക്ക് അവൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ ലൈഫിൽ അവനെ ചതിക്കില്ല എന്നുറപ്പുള്ള ഒരേ ഒരു വ്യക്തി അത് നീയാണ്. വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി വരുന്ന ഈ ഡോഗ് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ മരിക്കുന്നു പറഞ്ഞാൽ ഞാനത് ചുമ്മാ പറയുന്നതല്ല. എറണാകുളത്തുള്ള ഒരു വീടാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഒരു ദിവസം എവിടെ നിന്നോ വന്നു കയറിയ ഒരു പെൺപട്ടിയാണ്. വളരെ സ്നേഹമുള്ള വളരെ പാവമുള്ള ഒരു പട്ടിയാണ്. ഞാൻ നേരിട്ട് പോയി കണ്ട ഒരു ഡോഗാണ്. ഈ വീട്ടിലെ ആൾക്കാരാണ് അവർക്ക് വേണ്ട ഭക്ഷണവും എല്ലാം കൊടുക്കുന്നത്. ഈ വീട്ടിൽ 2 കുട്ടികളുണ്ട്, അവരാണ് ഇവളെ പരിപാലിക്കുന്നത്. പക്ഷെ ഇവരുടെ ആൾക്കാർക്ക് ആർക്കും പട്ടികളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവൾ വന്നു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലാനായിട്ട് പലരും വടിയെടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞത്. മിക്കവാറും അവരത് ചെയ്യും. ചേട്ടാ കണ്ടു നിൽക്കേണ്ടി വരും, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ വെക്കാൻ സ്ഥലമില്ല, വേണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും സേഫായിട്ട് തെരുവിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിക്ക് മുന്നൊരു ശ്രമം നടത്തുന്നുള്ളൂ. ഏതെങ്കിലും കേരളത്തിലെ ഫാമിലിക്ക് ഇവളെ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി വരുന്ന ഈ ഡോഗ് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ മരിക്കുന്നു പറഞ്ഞാൽ ഞാനത് ചുമ്മാ പറയുന്നതല്ല. എറണാകുളത്തുള്ള ഒരു വീടാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഒരു ദിവസം എവിടെ നിന്നോ വന്നു കയറിയ ഒരു പെൺപട്ടിയാണ്. വളരെ സ്നേഹമുള്ള വളരെ പാവമുള്ള ഞാൻ നേരിട്ട് പോയി കണ്ട ഒരു ഡോഗാണ്. ഈ വീട്ടിലെ ആൾക്കാരാണ് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത്. ഈ 2 കുട്ടികളുണ്ട്, അവരാണ് ഇവളെ പരിപാലിക്കുന്നത്. പക്ഷെ ഇവരുടെ ആൾക്കാർക്ക് ആർക്കും പട്ടികളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവൾ വന്നു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലാനായിട്ട് പലരും വടിയെടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ കുട്ടികൾ.
ഇത് കഴപ്പല്ലേ? എന്നാ കഴപ്പം നോക്കി ഇതിലെ കൂടെ നിങ്ങൾക്ക് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുക. നിങ്ങളുടെ ജാതകം നോക്കി നിങ്ങൾക്ക് ബ്ലെൻഡർ ഇങ്ങനല്ലേ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. See you.